ഇസ്ലാമിക ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഒരു സ്വഹാബിയെ നമുക്ക് വായിക്കാൻ കഴിയും. 5 കൊല്ലം കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ വിസ്മയങ്ങളും തീർത്ത് അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുത്ത ഒരു സ്വഹാബിയാണ്. ആ സ്വഹാബി മരണപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഹ്തസ്സ അർശുസ് സമാ ലിമൗതി സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദിന്റെ മരണ വാർത്ത കേട്ട് അള്ളാഹുവിന്റെ അർശ് സന്തോഷത്തോടുകൂടി കുലുങ്ങിയിരിക്കുന്നു എന്നാണ്. ആ റബ്ബ് തന്റെ ആകാശ ലോകത്തെ സൃഷ്ടികളെ വിളിച്ചുകൊണ്ട് ഏറെ ഇഷ്ടപ്പെട്ട തന്റെ സഅദ് തിരിച്ചു വരുന്നു എന്ന വാർത്ത പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹോദരങ്ങളുമായി സംസാരിക്കുമ്പോൾ ഒരു വിരിപ്പിന്റെ പേരിൽ അവരതിന്റെ കൗതുകത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, സഅദിന് സ്വർഗത്തിൽ ഇതിനേക്കാൾ മനോഹരമായ തട്ടമുണ്ട്, പട്ടുവസ്ത്രമുണ്ട് എന്ന്. 70,000 മലക്കുകൾ ഇന്നേ വരെ ഭൂമിയിലേക്ക് ഇറങ്ങാത്ത 70,000 മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി സഅദിന്റെ ജനാസയുടെ പരിപാടികളിൽ സംഗമത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ 5 വർഷം കൊണ്ട് എന്ത് മഹത്വമാണ്, എന്ത് അത്ഭുതമാണ് സഅദ് ബിൻ മുആദ് പ്രിയമുള്ളവരെ ഈ ലോകത്ത് ചെയ്തു വെച്ചതെന്നറിയുമോ? ഒരൊറ്റ മഹത്വമേ അദ്ദേഹത്തിനുള്ളൂ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ദീൻ കേട്ട് പഠിച്ച് ആ ദീൻ പോയി ബനു അബ്ദുൽ അശ്അൽ എന്ന് പറയുന്ന തന്റെ ഗോത്രത്തിൽ പോയി അവിടെയുള്ള 100ഓളം വരുന്ന ആളുകളെ ഈ തൗഹീദിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ സ്ഥാനം ഉയർത്തി കൊടുത്തു. ഞാനും നിങ്ങളും ആലോചിക്കണം, 5 വർഷമല്ല, 50 വർഷമല്ല, അതിലേറെ വർഷമായി ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു വേള ഞാനും നിങ്ങളും ഒന്ന് ആലോചിക്കണ്ടേ, എവിടെയാണ് നമ്മുടെ മഹത്വമുള്ളതെന്ന്? ഞാൻ നിങ്ങളുമുള്ളത് ഈ റമദാൻ 17-നാണ് പ്രിയമുള്ളവരെ ബദർ യുദ്ധമുണ്ടായത്. സ്വഹാബാക്കൾ അവർക്ക് സങ്കടമില്ലേ? അവർക്ക് വിഷമമില്ലേ? അവർക്ക് വേദനയില്ലേ? അവർക്ക് പ്രയാസങ്ങളില്ലേ? യുദ്ധക്കളത്തിലേക്ക് അവർ സഞ്ചരിച്ചു, യുദ്ധം ചെയ്ത് പോരാടി. ശീതീകരിച്ച റൂമിലിരുന്ന് ദീൻ പഠിക്കാൻ സൗകര്യം, ശീതീകരിച്ച വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ സൗകര്യം. നമ്മളെന്താ ഭൂമിയിലേക്ക് കനം തൂങ്ങുകയാണോ? സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോ, ആനന്ദങ്ങൾ ഉണ്ടാകുമ്പോ, നമ്മുടെ വീടിന്റെ വലിപ്പം കൂടുമ്പോ, വാഹനങ്ങളുടെ എണ്ണം കൂടുമ്പോ, വർധനവിൽ ഉണ്ടാകുമ്പോ നമ്മളെന്താ അല്ലാഹ് ചോദിക്കണത് ഭൂമിയിലേക്ക് നമ്മൾ കനം തൂങ്ങണോന്ന് നമ്മൾ ആലോചിക്കണം. എവിടെയാ നമ്മുടെ പ്രയാസം? നോമ്പെടുക്കുമ്പോഴത്തേക്ക് നമുക്കെന്താ ക്ഷീണം? നമ്മുടെ ക്ഷീണത്തിനേക്കാൾ അപ്പുറത്ത് ക്ഷീണം സഹിച്ചല്ലേ അവർ യുദ്ധക്കളത്തിലേക്ക് പോയത്? അവർ പോയ സ്വർഗമല്ലേ എനിക്കും നിങ്ങൾക്കും നേടിയെടുക്കാനുള്ളത്? നമുക്കെന്തേ ഭൂമിയിനോട് വല്ലാതെ ഇഷ്ടം തോന്നുന്നുണ്ടോ? ദുനിയാവിനോട് വല്ലാതെ അനുഭവം തോന്നുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. ഞാനും നിങ്ങളുമൊക്കെ നിൽക്കേണ്ട ഒരു പരലോകമുണ്ട്. മക്കൾ ഉപകാരപ്പെടാത്ത, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഉപകാരപ്പെടാത്ത ഒരു ലോകത്ത് ഞാനും നിങ്ങളും നിൽക്കണം പ്രിയമുള്ളവരെ. ഞാനും നിങ്ങളുമൊക്കെ തനിച്ച് പള്ളിക്കാട്ടിലെ ഒരു കബറിൽ പോയി കിടക്കണം. ഇന്നേ വരെ ഒരു മനുഷ്യനും നമ്മൾ ആലോചിക്കണം. പല ആളുകളും പറയും, ഞാനും അവളും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 19 കൊല്ലമായി, ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല. അതിന്റെ പേരിൽ ഒരു ഭാര്യ മരിച്ചപ്പോഴും ഒരു ഭർത്താവ് മരിച്ചപ്പോഴും ഞാൻ പിരിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ് കബറിന്റെ അരികിൽ ഒരു മനുഷ്യനും പോയിരുന്നിട്ടില്ല. എന്തേ കാരണം? അയാൾ ഒറ്റക്ക് പോയി കിടക്കേണ്ട കബറാണത്, അയാൾ ഒറ്റക്ക് യാത്ര ചെയ്യേണ്ട പരലോകമാണത്. ഞാനും നിങ്ങളും ഇതുപോലെ ഒരു യാത്രയുണ്ട്. നമ്മൾ ആലോചിക്കണം. നമുക്ക് ചുറ്റും കുറെ ആളുകളുണ്ട്. ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, അല്ലാഹുവല്ലാത്ത ആരാധ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, കബറിനെ തൊട്ടുമുത്തുന്നവർ, അവിടെ പുതപ്പ് വാങ്ങി ശരീരത്തിൽ ധരിച്ച് ബർക്കത്തെടുക്കുന്നവർ. അവരോട് പറയണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ് നിങ്ങളിത്. ആ അക്രമം അത് തെറ്റാണെന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു തന്റെ സമൂഹത്തെ പഠിപ്പിച്ചപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തി. നമ്മൾ ആലോചിക്കണം. രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിക്കാൻ, ഉപജീവന മാർഗം നയിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ അല്ലാഹ് സൃഷ്ടിച്ചത്. ഉപജീവന മാർഗം നയിക്കാത്ത ഏത് ജീവിയാ ഈ ലോകത്തുള്ളത്? കാക്കയും പൂച്ചയും വരെ ഉപജീവന മാർഗം നയിക്കുന്നുണ്ട്. രാവിലെ കൊത്തിപ്പറിച്ച് നടക്കുന്ന കോഴികളുണ്ട്, പറവകളുണ്ട്, പൂച്ചകളുണ്ട്. ഈ പൂച്ചയും കാക്കയും ഒക്കെ പരലോകത്ത് വരുമ്പോ പറയുന്ന അതേ മറുപടി പറയാനാണോ 10-60 കൊല്ലം ഞാൻ ജീവിച്ചത്? നീ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ ഉപജീവനം നയിച്ചു. അത് കാക്ക പറയും, അത് പൂച്ച പറയും. ആ ഉത്തരം പറയാനാണോ ഞാനും നിങ്ങളും ഉള്ളത്? അല്ല. അതിനപ്പുറത്ത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിനെ പോലെ ഞാൻ ദഅവത്തിന്റെ മാർഗത്തിൽ, പ്രബോധനത്തിന്റെ മാർഗത്തിൽ, ആദർശ വീതിയിൽ
ഞാൻ സുസജ്ജമായി പോരാടിയവനാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. അങ്ങനെ നന്മയുടെ വഴിയിൽ, ദഅവത്തിന്റെ വഴിയിൽ എന്നെന്നും ഇതുപോലെ എല്ലാ സജീവ നന്മയുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. ആര് വിളിച്ചോ ആര് വന്നോ എന്നത് പ്രശ്നമല്ല, ഞാൻ അവിടെയുണ്ടോ, എന്റെ സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയോ എന്നത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കണം.